IPL-ന്റെ ലേലവിളി കഴിഞ്ഞു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത IPL-ന് വേണ്ടിയാണ്. എല്ലാ ടീമുകൾക്കും പുതിയ താരങ്ങളെ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത IPL-ലെ ഓരോ ടീമിന്റെയും ഓപ്പണിംഗ് ജോഡിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടീം കൊൽക്കത്തയാണ്. അടുത്ത IPL-ൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി സുനിൽ നരൈനും ക്വിന്റൻ ഡിക്കോക്കുമായിരിക്കും ഓപ്പണിംഗിൽ വരാൻ പോകുന്നത്. അടുത്ത ടീം ഹൈദരാബാദാണ്. ഹൈദരാബാദിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അഭിഷേക് ശർമ്മയും ട്രേവിസ് ഹെഡും ഓപ്പണിംഗിൽ കളിക്കും. ഇഷാൻ കിഷന് സ്ഥാനം ഉണ്ടായിരിക്കില്ല. ഇനി പഞ്ചാബ് ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രഭ് സിമ്രാൻ സിംഗ്, ജോഷ് ഇംഗ്ലീഷ് ഇവരായിരിക്കും ഓപ്പണിംഗിൽ കളിക്കാൻ പോകുന്നത്. ഡൽഹി ടീമിൽ ഇത്തവണ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ്. രാഹുലും ജേക്ക് ഫ്രേസറുമായിരിക്കും ഡൽഹിക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. അടുത്ത ടീം ലക്നൗ ആണ്. ലക്നൌവിന് വേണ്ടി ഏഡൻ മാർക്കറും മിച്ചൽ മാർഷുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും മികച്ച കളിക്കാരാണ്. അടുത്ത ടീം ഗുജറാത്താണ്. ഗുജറാത്തിന് ഇപ്രാവശ്യം പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ്. ജോസ് ബട്ട്ലറും ഗില്ലുമായിരിക്കും ഗുജറാത്തിന് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ബട്ട്ലറെ ഗുജറാത്തിന് കിട്ടിയത് അവരുടെ ലക്ക് തന്നെയാണ്. അടുത്ത ടീം RCB ആണ്. RCBക്കും ഇപ്രാവശ്യം പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ്. കോഹ്ലിയും സാൾട്ടുമായിരിക്കും RCBക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പണിംഗിൽ സാൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ RCBക്ക് പേടിക്കാനില്ല. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സാൾട്ട് പുറത്തെടുക്കാറ്. അടുത്ത ടീം മുംബൈ ആണ്. മുംബൈക്കും ഇപ്രാവശ്യം പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ്. ഇഷാൻ ഇപ്രാവശ്യം ഇല്ലാത്തത് കൊണ്ട് രോഹിത് ശർമ്മയും റയാൻ റിക്കൾട്ടനുമായിരിക്കും മുംബൈക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ചെന്നൈ ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഋതുരാജും ഡെവോൺ കോൺവേയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. CSK ടീമിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവസാനത്തെ ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ ടീമിൽ മാറ്റങ്ങളുണ്ട്. ജയ്സ്വാളും സഞ്ജുവുമായിരിക്കും രാജസ്ഥാന് വേണ്ടി ഓപ്പണിംഗിൽ കളിക്കാൻ പോകുന്നത്. ബട്ട്ലർ പോയത് കൊണ്ട് സഞ്ജു ആയിരിക്കും ഇനി ഓപ്പണിംഗിൽ കളിക്കുന്നത്. ഇന്ത്യൻ ടീമിലും സഞ്ജു ഓപ്പണറാണ്. അതുകൊണ്ട് രാജസ്ഥാൻ ഇപ്രാവശ്യം തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.